അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽ ഹബ്ബു ഫില്ലാഹ് അൽ ബുഗ്ളു ഫില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാം ദീനിൻ്റെ കാര്യങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുകയും അത്തീഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നവരെ നാം സ്നേഹിക്കുകയും കൃത്യമായി 5 നേരം നിസ്കരിക്കുകയും സക്കാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്യുന്നവരെ നാം സ്നേഹിക്കുകയും ഇസ്ലാമിന് ദീനി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ വെറുക്കുകയും ചെയ്യണമെന്നാണ്. കള്ളു കുടിക്കുകയും അതിമോശമായ രീതിയിൽ നിസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ വെറുക്കുകയും ചെയ്യണമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതായിരിക്കണം ഒരാളെ നാം ഹുബ്ബ് വെക്കേണ്ടതിൻ്റെ മാനദണ്ഡം. അങ്ങനെ നാം അത്തീഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അങ്ങനെ വിശുദ്ധമായ റമദാനിലെ നോമ്പിനെ അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ്. അങ്ങനെ നാം സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറയുകയുണ്ടായി, അത്തഖ്വ ഹാഹുന, തഖ്വ എന്നുള്ളത് ഇവിടെയാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം ഹൃദയത്തെ നാം നന്നാക്കുക. ഹസദ്, കിബ്ർ, റിയാ പോലോത്തവയിൽ നിന്നെല്ലാം നാം വിട്ടുനിൽക്കുകയും ധാരാളം നല്ല ഹൃദയങ്ങളുടെ ഉടമകളായിട്ട് നാം തീരുകയും ധാരാളമായി അള്ളാഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം നാം അള്ളാഹുവിന് നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അള്ളാഹു തആല നമുക്ക് തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.